സോ വെൽക്കം ടു മൈ ചാനൽ സേഫ്റ്റി ട്രക്ക്. ഞാൻ ചാനലിനെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന സ്ഥലമെന്ന് പറയുന്നത് ഊട്ടിയാണ്. സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ ഈ ചർച്ചയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് തന്നെ പലർക്കും തോന്നാം. കാരണം ഊട്ടിയെക്കുറിച്ചൊക്കെ അറിയാത്തവരില്ല. ഒരുപക്ഷെ ഈ യാത്രകൾ തുടങ്ങുമ്പോൾ തന്നെ പോയി തുടങ്ങിയത് ഊട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഊട്ടിയിൽ കുറിച്ച് പ്രത്യേകിച്ച് പറയാനില്ല. എങ്കിലും പറയാനുള്ള നമ്മൾ ഈ ചർച്ചയിലൂടെ നമ്മൾ ഈ ചർച്ച ആയതുകൊണ്ട് തന്നെ നമുക്കത് എല്ലാം ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്, എല്ലാ സ്ഥലങ്ങളും ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഊട്ടി അതിൻ്റെ ഭാഗമാവുന്നത്. അപ്പോൾ നമുക്ക് ഊട്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഊട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് ഊട്ടിയിൽ 2-3 രീതിയിൽ പോകാം. ഒന്ന് കാറിൽ സഞ്ചരിക്കാം, അല്ലെങ്കിൽ ട്രെയിനിൽ പോകാം. അപ്പോൾ എത്ര പേർക്ക് ഈ ട്രെയിനിൽ പോകാം എന്നുള്ളത് അറിയാമെന്ന് എനിക്കറിയില്ല. കാരണം ട്രെയിനിൽ പോകാമെന്ന് പറയാൻ കാരണം ഉദകമണ്ഡലം എന്ന് പറയുന്ന സ്ഥലം, അതാണ് ഊട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടത്തേക്ക് നമുക്ക് ട്രെയിൻ കിട്ടും. എന്ത് ട്രെയിനാണ്? നിങ്ങൾ കിലുക്ക സിനിമയിലോ ട്രെയിൻ കണ്ടിട്ടുണ്ടാവും. കിലുക്കം എന്ന സിനിമയിൽ രേവതി മേഡം വന്നിറങ്ങുന്നൊരു ട്രെയിനുണ്ട്. ടോയ് ട്രെയിൻ എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ആ ട്രെയിൻ ഉണ്ടായത്. അപ്പോൾ അതിൽ സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു 2 മാസം മുൻപെങ്കിലും മിനിമം ബുക്ക് ചെയ്യണം, എങ്കിലേ ആ ട്രെയിനിൽ സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് കാര്യം. ഫാമിലിയായിട്ട് പോകുമ്പോൾ ആ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ബുക്കിംഗ് നേരത്തെ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് ആ ട്രെയിനിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണിത്, സ്റ്റേ. ഈ കുടുംബമായിട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മൾ സ്റ്റേ ഒരു വലിയ വിഷയമാണ്. അപ്പം ഈ ഊട്ടിയുടെ സെൻട്രൽ ഏരിയയിൽ, അതായത് സിറ്റി ഏരിയയിൽ മാക്സിമം താമസിക്കാൻ ശ്രമിക്കുക. കാരണം ഉള്ളിലോട്ട് കയറുന്തോറും സുരക്ഷിതത്വം വളരെ പ്രശ്നമാണ് അവിടെ. എന്നുവെച്ചാൽ ആരും എന്തെങ്കിലും ചെയ്യുന്നതല്ല ഞാൻ പറയണം. എങ്കിലും ഇപ്പം ഉള്ളിലോട്ട് കയറുമ്പോൾ കാട് പ്രദേശമാണ്. ഉള്ളിലോട്ട് മൃഗങ്ങളാണെങ്കിലും ചിലപ്പം പ്രശ്നമുണ്ടാക്കുക. അല്ലെങ്കിൽ ആൾക്കാർ നമുക്കറിയില്ലല്ലോ. രാത്രിയൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിന് ഇറങ്ങിയാൽ തന്നെ ചിലപ്പോൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനത് മാഡം സിറ്റി ഏരിയയിൽ താമസിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവിടെ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ സ്റ്റേ എപ്പോഴും സിറ്റി ഏരിയയിലാവണമെങ്കിൽ കുറച്ച് നല്ലത്. നല്ല ഹോട്ടൽസ് ഉണ്ടാകും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ നമുക്ക് ബാക്കിയുള്ള കാര്യം നടക്കും. പിന്നെ ഇന്നൊരു ചർച്ചയിലായിട്ട് വരേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഫുഡാണ്. ഈ ഊട്ടിയിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ തണുപ്പ് പ്രദേശമാണ്. ഞാൻ നേരത്തെ മൂന്നാറിൻ്റെയും ഈ പറയുന്ന കാന്തല്ലൂറും മൂന്നാറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനിത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുഡിൻ്റെ കാര്യം. തണുപ്പ് പ്രദേശത്തിൻ്റെ ഒരു പ്രശ്നം ഇത് അവരുടെ ഹോട്ടലിൻ്റെ ആരുടെ പ്രശ്നമല്ലത്. നമ്മൾ എത്ര ചൂടാക്കി വെച്ചാലും ഇത് പെട്ടെന്ന് തണുത്ത് പോകും. കാരണം തണുപ്പ് കൂടുതലുള്ള പ്രദേശമാണ്. അത് പിന്നെയും ചൂടാക്കും. അപ്പം അതിൻ്റെ ഫുഡിൻ്റെ ക്വാളിറ്റി പോകും. പിന്നെ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചീത്താവാനുള്ള അല്ലെങ്കിൽ അത് ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലാണ് സ്പോട്ട് പ്രിപ്പറേഷനാണ് ചെയ്യുന്നത് മാക്സിമം. അതിനൊരു ലിമിറ്റഡ് ടൈമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ മാക്സിമം നോൺ വെജിൽ നിന്ന് വെജിലേക്ക് തന്നെ കഴിക്കാൻ നോക്കുക മാക്സിമം. പിന്നെ ഓരോരുത്തരുടെ അതാണ് അവർക്ക് കപ്പാസിറ്റിയാണ്. അവർക്കത് ബുദ്ധിമുട്ടുണ്ടാവില്ല. ചിലർക്ക് നോൺ വെജ് കഴിച്ചാലും വലിയ വിഷയം വരില്ല. ചിലർക്ക് അങ്ങനെയല്ല, പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടാവുകയും അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതാണ് ആ ഒരു ചർച്ചയിൽ അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ഈ കമൻ്റ് ഇടുക. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഫുഡാണ് അടുത്തൊരു കൺസേൺ. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രാവലാണ് കേട്ടോ. അതായത് ഊട്ടിയിലെത്തുക എന്നുള്ളതാണ്. എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ ഊട്ടി പോലുള്ള സ്ഥലങ്ങളിൽ, മൂന്നാർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മൂന്നാർ, കാന്തല്ലൂരാണെങ്കിലും പളനിയാണെങ്കിലും, പളനി പക്ഷേ ട്രെയിനാണ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്ന സ്ഥലം. പക്ഷേ ഈ മൂന്നാർ, കാന്തല്ലൂർ അല്ലെങ്കിൽ ഈ ഊട്ടി എന്നൊക്കെ സ്ഥലം നിങ്ങളുടെ വണ്ടിയിൽ പോയാൽ കുറച്ച് നന്നായിരിക്കും. കാരണം കുറച്ച് കയറി കാണാനൊക്കെ ഉണ്ട്, ഒരുപാട് ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ട്. മാത്രമല്ല ഫാമിലിയായിട്ട് പോകുമ്പോൾ കുറച്ച് സേഫും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നമുക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഒരു വാഹനം സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മാക്സിമം നിങ്ങളൊരു വാഹനം സഞ്ചരിക്കാൻ നോക്കുക, അത് കുറച്ച് സുരക്ഷിതമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെയാണ് നമ്മൾ ഊട്ടിയിൽ താമസിക്കുമ്പോൾ. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ബാക്കിയുള്ള ബ്ലോഗിൽ നിന്നൊക്കെ കിട്ടും. പക്ഷേ ഈ ചില ഇൻഫർമേഷൻസ് നമ്മൾ സുരക്ഷിതമായിട്ട് ബന്ധപ്പെട്ട ഈ സുരക്ഷിതത്വത്തെക്കുറിച്ച്, സേഫ്റ്റിയെക്കുറിച്ച് പറയുന്ന ഇൻഫർമേഷൻ മാത്രമേ നമ്മൾ ഇതിൽ ചർച്ച ചെയ്ത് പോകുന്നത്. ഇനിയും കൺസേൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഊട്ടിയെക്കുറിച്ച് ഞാൻ അടുത്തൊരു എപ്പിസോഡ് തീർച്ചയായിട്ടും ചെയ്യും ഞാൻ. അപ്പോൾ നമുക്കെന്തായാലും ആ ചർച്ച കൂടുതൽ അതിലേക്ക് വരാം, കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഊട്ടിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം സുരക്ഷിതമായി സഞ്ചരിക്കുക, സേഫായിട്ട് ട്രക്കിങ്ങിന് പോവുക, അതാണ് പ്രധാനം. സേഫ്റ്റി ട്രക്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അവർക്കും ഈ അറിവ്
ഉപകരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ഈ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്കും അതൊരു അറിവാണ്. നമുക്കും അതിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്ത് നമുക്കും സഞ്ചരിക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. സുരക്ഷിതമായി സഞ്ചരിക്കുക. ഹാപ്പി ജേർണി. താങ്ക് യു വെരി മച്ച്.